മെഡിറ്റേഷനെ തടസ്സപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒബ്സ്റ്റക്കിൾസ് ഓഫ് മെഡിറ്റേഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യത്തെ ഒബ്സ്റ്റക്കിൾ എന്ന് പറയുന്നത് ഈഗോയാണ്. നമ്മുടെ ഈഗോയാണ് മെഡിറ്റേഷനിലെ ഏറ്റവും ഒബ്സ്റ്റക്കിളായി നമ്മൾ നിൽക്കുക എന്ന് പറയുന്ന കാര്യങ്ങൾ. അതായത് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിനെ ഹിൻഡർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈഗോയാണ്. സോ ആദ്യമേ എന്താണ് ഈഗോ? ഈഗോ ഈസ് ആക്ച്വലി എ ഫാൾസ് ഐഡൻറ്റിറ്റി എന്നാണ് നമ്മൾ മെഡിറ്റേഷനിൽ പറയാറ്. അതായത് ഇറ്റ്സ് ആൻ ഐഡൻറ്റിറ്റി ഗീവൺ ബൈ ദ സൊസൈറ്റി ഫോർ അവർ ഒരു ബേസിക് സർവൈവലിന് വേണ്ടി തരുന്ന കാര്യങ്ങൾ. അതായത് നമ്മളൊരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്കൊരു ഐഡൻറ്റിറ്റി കൊടുത്താൽ മാത്രമേ ആ കുട്ടിക്കൊരു സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യാൻ വഴിയുള്ളൂ. ഒരു പേര് കൊടുക്കണം, പിന്നെ ഒരു പേര് കൊടുക്കണം, അങ്ങനെ നമുക്കൊരു എഡ്യൂക്കേഷൻ കൊടുക്കണം, ഒരു ജോബ് കൊടുക്കണം, അങ്ങനെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ബേസിക് നെസസിറ്റീസ് ഉണ്ട്. ഒരു പേരിലൂടെ മാത്രമേ നമുക്കൊരു സൊസൈറ്റിയിൽ നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും ഒരു നെയിം എന്ന് പറയുന്നത് എസെൻഷ്യലാണ്. പക്ഷേ ഈ പേരിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പേര് നമ്മളിങ്ങനെ കേട്ട് അല്ലെങ്കിൽ പേര് വിളിച്ച് അത് നമ്മളും പേരുമായി ഒരുപാട് ഐഡൻറ്റിഫൈഡ് ആയി അത് നമ്മുടെ ഒരു റിയാലിറ്റി ആയി മാറുന്ന ഒരു ഘട്ടം വരും കുറേ നാൾ കഴിയുമ്പോൾ. അതായത് ഇപ്പം എൻ്റെ പേര് അഭിനന്ദൻ എന്നാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ പേരെന്ന് പറയുന്നത് വളരെ റിയലാണ്. കാരണം ഇറ്റ്സ് പാർട്ട് ഓഫ് മീ, സംതിങ് പാർട്ട് ഓഫ് മീ. നമ്മുടെ ആ ഒരു എന്താ പറയുന്നത്, ഒരു ഡെപ്തിലേക്ക് അത് ഇറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയിലാണ് ഈ നമ്മുടെ പേരെന്ന് പറയുന്നത്. പക്ഷേ പേരെന്ന് പറഞ്ഞാൽ ശരിക്കും അത് ആർട്ടിഫിഷ്യലാണ്. നമുക്ക് അഭിനന്ദൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ രാഹുൽ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അജയ് എന്ന് വിളിക്കാം, അങ്ങനെ ഇഷ്ടമുള്ള ABC എന്ന് വേണമെങ്കിൽ വിളിക്കാം. അങ്ങനെ പേരെന്ന് പറയുന്നത് ഇറ്റ്സ് ഗിവൺ ടു ഓൺ പർപ്പസ് ഫോർ എക്സിസ്റ്റൻസ്, ഒരു സർവൈവൽ പർപ്പസിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നൊരു കാര്യമാണ് പേരെന്ന് പറയുന്നത്. പക്ഷേ ഇറ്റ് ബിക്കംസ് എ പാർട്ട് ഓഫ് us. ഒരു ഫാൾസ് ഐഡൻറ്റിറ്റിയാണ് ഈ ഒരു പേരിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ആക്ട്സ് ആസ് എ hindrance to know our real self. മെഡിറ്റേഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു റിയൽ സെൽഫ് എന്താണ് ശരിക്കും ഈ ഒരു ഈഗോയുടെ പേഴ്സണാലിറ്റിയുടെ അപ്പുറം ഞാൻ എന്താണ്, ഞാനെന്ന് പറയുന്ന ഒരു ഫീൽ എന്താണ്, അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന കാര്യമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. സോ വൺസ് യു ആർ ഐഡൻറ്റിഫൈഡ് വിത്ത് യുവർ ഫാൾസ് തിങ്സ് ലൈക്ക് യുവർ നെയിം, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഫഷൻ. ഈ പ്രൊഫഷൻ എന്നൊക്കെ പറയുന്നത് പലപ്പോഴും നമ്മുടെ ആ ഒരു സർവൈവൽ നീഡ്സ് ആണ്. ഇപ്പോൾ യു വർക്ക് ആസ് എ ടീച്ചർ, അല്ലെങ്കിൽ ഒരു പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പോലീസ്മാൻ ആകുന്നു, ഒരു ക്ലർക്ക് ആകുന്നു. ബട്ട് പീപ്പിൾ ഗെറ്റ് ഐഡൻറ്റിഫൈഡ് വിത്ത് ദീസ് തിങ്സ് ആസ് പാർട്ട് ഓഫ് ദംസെൽസ്, ബട്ട് ഇറ്റ് ഈസ് ജസ്റ്റ് ഓൺ ദ സർക്കംഫറൻസ്. ഒരു സർക്കംഫറൻസിൽ ഉള്ള കാര്യങ്ങളാണ് ഈ നെയിം, നമ്മുടെ പ്രൊഫഷൻ, അങ്ങനെ പല കാര്യങ്ങളെന്ന് പറയുന്നത്. So we become identified with these things and this creates a false identity within ourselves. So ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്നതും അതൊരു സംഭവം തന്നെയാണ്, ആ ഒരു ഈഗോയുടെ ഭാഗമാണ് ഈ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. So what matters is that you understand that these things are just for the survival needs. It is like an armor. നമ്മളൊരു ആർമർ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് ഈ ഈഗോ എന്ന് പറയുന്നത്. ഇറ്റ്സ് നീഡഡ് when you are existing in the society, but once you are entering into meditation to know what you really are, ഇതൊക്കെ ജസ്റ്റ് മാറ്റി നിർത്തി നമ്മളെ ആ ഒരു ജസ്റ്റ് ബീൻ ഓപ്പൺ മൈൻഡോടെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആ ഒരു റിയൽ സോഴ്സ്, ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. ഒരു സ്റ്റേറ്റ് ഓഫ് പ്യുവർ കോൺഷ്യസ്നെസ് എന്നൊക്കെയാണ് നമ്മൾ മെഡിറ്റേഷനെ പറയുന്നത്. ആ ഒരു അൾട്ടിമേറ്റ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്, അല്ലെങ്കിൽ നമ്മുടെ ഇന്നർ സോഴ്സ്, ഇന്നർ സെൽഫ് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫാൾസ് ഐഡൻറ്റിറ്റീസ് എല്ലാം നമ്മൾ മാറ്റി നിർത്തേണ്ട ആവശ്യമുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഈഗോയെ പറ്റി പറയുകയാണെങ്കിൽ പൊതുവേ നമ്മുടെ സൊസൈറ്റി നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ഈഗോയിസ്റ്റിക്കായിട്ട് എക്സിസ്റ്റ് ചെയ്യാനാണ് നമ്മളെ ട്രെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു സ്കൂൾ കാലം തൊട്ടേ നമ്മളിപ്പോൾ നമ്മുടെ പാരൻസ് നമ്മളോട് പറയാണ്, നീ ഫസ്റ്റായിട്ട് വരണം, ക്ലാസ്സിൽ ഫസ്റ്റ് ആകണം, അല്ലെങ്കിൽ ഇന്നതിൽ ഫസ്റ്റ് ആകണം, എല്ലാവരെയായിട്ടും കോമ്പീറ്റ് ചെയ്യണം, മറ്റുള്ളവരെക്കാളും ബെറ്റർ ആകണം. ഒരു കമ്പാരിറ്റിവിറ്റിയിലാണ് നമ്മളെ എപ്പോഴും കൊണ്ടുവരുന്നത്. കമ്പാരിസൺ ഉണ്ട് സൊസൈറ്റിയിൽ, അവനേക്കാളും നന്നായിട്ട് നീ മികച്ച രീതിയിൽ ചെയ്യണം, ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരിക്കണം, അങ്ങനെയുള്ള ഒരു ഈഗോയിസ്റ്റിക് ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഒരു ഓവർ അംബീഷ്യസ് ആയിട്ടായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നീ മറ്റുള്ളവരെക്കാളും ബെറ്റർ ആയാലേ നിനക്ക് സക്സീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഈഗോയിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരുന്നതിലൂടെ, അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് കൊണ്ടുവരുന്നതിലൂടെ നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് ഇറ്റ് ക്രിയേറ്റ്സ് കോമ്പറ്റീഷൻ ഈസ് ആക്ച്വലി എന്താ പറയുക, അൺനാച്ചുറൽ ആണെന്നാണ് നമ്മൾ മെഡിറ്റേഷനിൽ പറയുന്നത്. കാരണം ദർ ഇസ് നോ നീഡ് ഓഫ് കോമ്പറ്റീഷൻ ആക്ച്വലി. അതായത് നമുക്ക് കോമ്പറ്റീഷൻ്റെ ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ലോകത്ത് സ്പേസ് ഉണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഈ ലോകത്ത് സ്പേസ് ഉള്ളതുകൊണ്ടാണ് നമ്മളെ എക്സിസ്റ്റൻസ് നമ്മളെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പറയുന്നത്. എല്ലാവർക്കും അവരുടേതായ സ്പേസ് ഉണ്ട്, അവരുടേതായ ടാലൻസ് ഉണ്ട്, അവരുടേതായ മേഖലകളുണ്ട്. അത് നമ്മൾ കണ്ടെത്തി, നമ്മുടെ ടാലൻസ് കണ്ടെത്തി നമ്മൾ ആ ഒരു സ്പേസിലേക്ക് വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്, എക്സിസ്റ്റൻഷ്യൽ സ്പേസ് നമുക്ക് അവിടെ ഉണ്ട്. അത് കണ്ടെത്തി പോകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, അത് കണ്ടെത്തി നമ്മൾ ഇവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. പക്ഷേ സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമ്മളെ നോർമലി എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ നീഡ്സിന് വേണ്ടിയായിരിക്കും നമ്മളെ ക്രിയേറ്റ് ചെയ്യുന്നത് പറയുന്നത്.
ഇപ്പോൾ പൊതുവേ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു പഠിക്കുക, ജോലി മേടിക്കുക, ഒരു ഗവൺമെൻറ് എംപ്ലോയി ആകുക. പക്ഷേ എല്ലാവർക്കും ഗവൺമെൻറ് എംപ്ലോയി അങ്ങനെ ഒരു ഗവൺമെൻറ് ജോബിന് ആയിരിക്കില്ല ടാലൻറ്റ്. ചിലവർക്കൊരു ആർട്ടിസ്റ്റ് ആകാനായിരിക്കും താല്പര്യം, ചിലർക്ക് അല്ലെങ്കിൽ ബിസിനസ് ഫീൽഡിലായിരിക്കും ക്ലച്ച് പിടിക്കുക. ഇപ്പം പലർക്കും പലതായിരിക്കും. അപ്പം നമ്മുടെ ആ ഒരു നീഡ്സ് മനസ്സിലാക്കി നമുക്ക് ആ ഒരു പാഷൻ എന്താണ്, പാഷൻ ഡിസ്കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും സക്സസ്സിലേക്കാണ് വരുന്നത്. കാരണം നമുക്ക് പാഷൻ എന്ന് പറയുമ്പോൾ നമുക്കത് ചെയ്യാൻ തോന്നും, ഓട്ടോമാറ്റിക്കലി ഒരു ഇഷ്ടം ഉണ്ടാവും. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ അത് സക്സീഡ് ആകാനുള്ള വഴികൾ കണ്ടെത്തും. സോ നമ്മുടേതായൊരു വേ ഓഫ് ലൈഫ് കണ്ടെത്തുന്നതിലാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മറ്റുള്ളവരെ താഴ്ത്താതിരിക്കുക, മറ്റുള്ളവരുമായിട്ട് കോമ്പറ്റീഷൻ മാറ്റി നിർത്തിയാൽ തന്നെ നമ്മളിൽ തന്നെ വർക്ക് ചെയ്ത് നമ്മുടെ തന്നെതായ ഒരു ബെസ്റ്റിലേക്ക് നമ്മളെ കൊണ്ടുവരിക എന്നതിലാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് നമ്മളൊരു ഈഗോയിസ്റ്റിക് ടെൻഷൻസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാതെ ജസ്റ്റ് ബി നാച്ചുറൽ. ഒരു നാച്ചുറലായിട്ട് നമുക്ക് എന്താണോ നമ്മുടെ ഒരു നാച്ചുറൽ ഫ്ലോ എന്താണെന്ന് നമ്മൾ കണ്ടെത്തുക. ചിലവർ വളരെ ആക്റ്റീവായിട്ട് ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ചില ആൾക്കാരെന്ന് പറയുന്നത്. ചിലവർ സ്ലോ പേസിൽ പോകുന്ന ആൾക്കാരായിരിക്കും. ഇപ്പം എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാനൊരു സ്ലോ പേസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. വളരെ ടൈം എടുത്തായിരിക്കും ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നത്. എനിക്ക് എല്ലാവരെ പോലെ ഇപ്പം ഞാൻ നോർമലി 9 to 5 നോർമൽ ജോബ്സ് ഒന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ല. എനിക്ക് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു വർക്കിംഗ് ഷെഡ്യൂൾ എനിക്ക് സെറ്റ് ആവത്തില്ല. ഡെയിലി എണീക്കുന്നു, ഒരു വർക്ക് ചെയ്യുന്നു, 5 മണി വരെ പോകുന്നു, ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു, സാറ്റർഡേ വരെ, സൺഡേ റെസ്റ്റ് എടുക്കുന്നു, പിന്നെ മൺഡേ ടു സാറ്റർഡേ അല്ലെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ വരെ വർക്ക് ചെയ്യുന്നു. ആ ഒരു സെറ്റ് ഓഫ് ഷെഡ്യൂൾ എനിക്ക് സ്യൂട്ടബിൾ ആകത്തില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ഒരാളാണ്. സോ അതുകൊണ്ട് ഞാൻ എൻ്റേതായ മാർഗ്ഗങ്ങൾ കണ്ടെത്തുന്നു, വേറെ രീതിയിൽ എനിക്ക് എങ്ങനെ സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. സോ എന്നെ സംബന്ധിച്ചോളം ഈ എല്ലാവരും നോർമലി മെജോറിറ്റി ചെയ്യുന്ന പോലെ 9 to 5 വർക്കിംഗ് ഡെയിലി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം അൺനാച്ചുറലാണ്, എൻ്റെ ഒരു നേച്ചറിന് എഗെയിൻസ്റ്റാണ്. സോ എന്നെ സംബന്ധിച്ചോളം അത് പറ്റത്തില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ ഞാൻ കണ്ടെത്തിയൊരു കാര്യമാണ് എനിക്കത് പറ്റില്ല എന്നുള്ളത്. സോ അതുകൊണ്ട് ഞാൻ എനിക്ക് പറ്റുന്ന രീതി, എൻ്റെ ഒരു നാച്ചുറൽ ഇതെങ്ങനെ, എൻ്റെ ഒരു നാച്ചുറൽ വൈബ് എങ്ങനെയാണ്, അതനുസരിച്ച് എൻ്റെ ഒരു ഋതത്തിൽ പോകുക എന്നതാണ് നമ്മൾ മെഡിറ്റേഷനിൽ പറയാമെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഈഗോയിസ്റ്റിക് ലെവലിൽ ചിന്തിക്കുകയാണെങ്കിൽ എല്ലാവരും 9 to 5 വർക്ക് ചെയ്യുന്നു, അപ്പോൾ ഞാനും 9 to 6 വർക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് ബെറ്റർ കിട്ടുമെന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ഈഗോയിസ്റ്റിക് ലെവലിൽ പോകുമ്പോൾ ചിന്തിക്കാം. പക്ഷേ അതിൽ കാര്യമില്ല. കാരണം ആ ഒരു ഈഗോയിസ്റ്റിക് ലെവൽ എന്ന് പറയുന്നത് ഇത് തെറ്റാണ്. അത് കോമ്പറ്റീഷൻ, ടെൻഷൻ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം മാറ്റി നിർത്തി ഒരു നാച്ചുറലായിട്ട് ജസ്റ്റ് ലൈഫിനെ എൻജോയ് ചെയ്ത് റിലാക്സ്ഡ് ആയിട്ട് പോവുക എന്നാണ് നമ്മൾ മെഡിറ്റേഷനിൽ പറയാറുള്ളത്. ബി റിലാക്സ്ഡ്, ബി ഇൻ സിങ്ക് വിത്ത് ലൈഫ്, ട്രസ്റ്റ് എക്സിസ്റ്റൻസിനെ ട്രസ്റ്റ് ചെയ്യുക. കാരണം എക്സിസ്റ്റൻസ് നീഡ്സ് യു. എപ്പോഴും എക്സിസ്റ്റൻസിന് നമ്മൾ ആവശ്യമുള്ളത് കൊണ്ടാണ് എക്സിസ്റ്റൻസ് നമ്മളെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തൊരു സ്പേസ് ഉണ്ട്. സോ ഈഗോയൊക്കെ മാറ്റി വെച്ച്, ടെൻഷനൊക്കെ മാറ്റി വെച്ച് ബി ഇൻ സിങ്ക് വിത്ത് ലൈഫ്, ബി ഇൻ റിതം വിത്ത് ലൈഫ് ആൻഡ് ഫോളോ യുവർ ടാലൻസ്, ഫോളോ യുവർ പാഷൻ. നമ്മുടെ ഒരു നാച്ചുറൽ പാഷൻ അനുസരിച്ച് നമ്മൾ ലൈഫിനെ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുക. സോ ഡ്രോപ്പിംഗ് അല്ല, ആ ഒരു ഈഗോയിനെ ജസ്റ്റ് ഈഗോയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ മാറ്റി നിർത്തി നമ്മുടെ ആ ഒരു നാച്ചുറൽ ഋതത്തിന് അനുസരിച്ച് പോകുമ്പോഴാണ് നമുക്ക് മെഡിറ്റേഷനിൽ ഒരുപാട് ഡെപ്തിലേക്ക് എത്താൻ സാധിക്കുക എന്നാണ് നമ്മൾ മെഡിറ്റേഷനിൽ പറയുന്നത്. മെഡിറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഈഗോയെ തിരിച്ചറിഞ്ഞ് അതിനെ മാറ്റി നിർത്തുക എന്നുള്ളത്. And then only you can go into your true self, finding your true rhythm of life. Lifeൻ്റെ ഒരു നാച്ചുറൽ മോഡ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. സോ മെഡിറ്റേഷൻ ഈസ് ഓൾ അബൌട്ട് ബ്രിങ്ങിങ് യു ഇൻ യുവർ നാച്ചുറൽ സ്റ്റേറ്റ്. സോ മെഡിറ്റേഷൻ ഒരുപാട് ഡെപ്തിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഈഗോയെ ആ ഒരു ബാരിയർ നമ്മൾ ബ്രേക്ക് ചെയ്യണം. സോ ഇനി നെക്സ്റ്റ് ഒബ്സ്റ്റക്കിൾ ഇൻ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് മൈൻഡ് ആൻഡ് ഇറ്റ്സ് ട്രിക്സ് എന്നാണ് പറയുന്നത്. അതായത് മൈൻഡ് ഒരുപാട് ട്രിക്സ് നമ്മൾ പ്രയോഗിക്കുക. അതായത് നമ്മളിപ്പോൾ ഒരു മെഡിറ്റേഷൻ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആദ്യമേ ഒരു ബിഗിനിങ് സ്റ്റേജിലൊക്കെ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ മൈൻഡ് ഒരുപാട് തോട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും. മൈൻഡ് ഒരുപാട് ഇറ്റ് കണ്ടിന്യൂസ്ലി ക്രിയേറ്റ്സ് തോട്ട്സ്. അങ്ങനെ ആ ഒരു സ്റ്റേറ്റിലാണ് മൈൻഡ് നാച്ചുറലി എക്സിസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്, നോർമൽ സ്റ്റേറ്റിൽ. സോ മെഡിറ്റേഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഓഫ് നോ മൈൻഡ്, അല്ലെങ്കിൽ ഒരു തോട്ട്ലെസ്നെസ് സ്റ്റേറ്റിലേക്ക് നമ്മളെ കൊണ്ടുവരിക എന്നതാണ് മെഡിറ്റേഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ആ സ്റ്റേറ്റിലേക്ക് ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് എത്താൻ പറ്റണം എന്നൊന്നുമില്ല. സോ ആ ഇനിഷ്യൽ സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് തോട്ട്സ് ആയിരിക്കും. നമ്മൾ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന നേരത്ത് തോട്ട്സ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. സോ ആ തോട്ട്സിനെയൊക്കെ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഇനിഷ്യലി പറയുന്നത് ജസ്റ്റ് അതിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ജസ്റ്റ് ഒരു വാച്ച്ഫുൾ ആറ്റിറ്റ്യൂഡിൽ തോട്ട്സിനെ സെപ്പറേറ്റ് ചെയ്ത് കണ്ടുകൊണ്ട് ഇങ്ങനെ വാച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് നമ്മൾ മെഡിറ്റേഷനെ പറയാതെ. ഡോണ്ട് ഗെറ്റ് ഐഡൻറ്റിഫൈഡ് വിത്ത് ദ തോട്ട്സ്, ജസ്റ്റ് ട്രൈ ഗോ ഓൺ വാച്ചിങ് ദ തോട്ട്സ്. ആൻഡ് അതാണ് ഒരു ഇനിഷ്യൽ കാര്യം എന്ന് പറയുന്നത്. കാരണം മൈൻഡ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ തോട്ട്സ് അതങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ മതി. ബി ഇൻഡിഫറൻ്റ് ആയിട്ടിരിക്കുക. തോട്ട്സ് വിൽ കം ഓൺ ഇറ്റ്സ് ഓൺ. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
സോ പലപ്പോഴുള്ള ബാരിയർ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും അയ്യോ എനിക്ക് ഒരുപാട് തോട്ട്സ് വരുന്നുണ്ട്, എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് തോട്ട്ലെസ് സ്റ്റേറ്റിലൊന്നും എത്താൻ കഴിയില്ല എന്ന് ആദ്യമേ ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് അവർ ഡിസപ്പോയിൻമെൻറ്റിലേക്ക് വന്നിരിക്കാം. പക്ഷേ എല്ലാവരുടെയും കേസിൽ ഇത് തന്നെയാണ്. ഇനിഷ്യൽ സ്റ്റേജിൽ തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ബട്ട് ജസ്റ്റ് ആ ഒരു ഇൻഡിഫറൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഡോണ്ട് ഗെറ്റ് ഐഡൻറ്റിഫൈഡ് വിത്ത് ഇറ്റ് വിൽ കം ഓൺ ഇറ്റ്സ് ഓൺ ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ടൈം. മെഡിറ്റേഷൻ വിൽ ടേക്ക് ഇറ്റ്സ് ടൈം. ഒരു നോ മൈൻഡ് സ്റ്റേറ്റൊക്കെ എത്താൻ ഒരുപാട് നാളുകൾ ചിലപ്പം വേണ്ടി വന്നെന്നിരിക്കും. സോ അത് മനസ്സിലാക്കുക എന്നാണ് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്. സോ പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോണ്ട് ട്രൈ ടു വെർബലൈസ് എവറിത്തിങ് എന്നാണ് പറയുന്നത്. അതായത് ഇത് മൈൻഡിൻ്റെ വേറൊരു ട്രിക്ക് ആയിട്ടാണ് നമ്മൾ ഇത് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു സൺഫ്ലവർ കാണുക, അല്ലെങ്കിൽ ഒരു റോസ് ഫ്ലവർ കാണുക, അല്ലെങ്കിൽ ഒരു സൺസെറ്റ് കാണുക, നമ്മൾ എന്ത് കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ നമ്മൾ വെർബലൈസ് ചെയ്യാനാണ് നമ്മുടെ നാച്ചുറൽ അല്ല ഒരു ഹാബിച്വൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. കാരണം നമ്മളെപ്പോഴും ഒരു സൺസെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ സൺസെറ്റ്, അല്ലെങ്കിൽ ഒരു റോസ് ഫ്ലവർ പറയുമ്പോൾ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്, എത്ര ഭംഗിയാണ് അതിനെ കാണാൻ. അങ്ങനെ നമ്മൾ വെർബലൈസേഷൻ കൊണ്ടുവരും. അപ്പോൾ ഈ വെർബലൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ മൈൻഡ് എന്നാണ് പറയുന്നത്. സോ മെഡിറ്റേഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മൈൻഡ് ഇല്ലാത്തൊരു സ്റ്റേറ്റിലെത്തുക, ഒരു സ്റ്റേറ്റ് ഓഫ് നോ മൈൻഡ്, തോട്ട്സ് ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലെത്തിയിട്ട് നമ്മളും എക്സിസ്റ്റൻസുമായിട്ടുള്ള ഒരു ഡയറക്റ്റ് കമ്മ്യൂണിയനാണ് നമ്മൾ മെഡിറ്റേഷൻ കൂടെ ലക്ഷ്യമിടുന്നത്. അതായത് ആ ഒരു തോട്ട് എന്ന് പറയുമ്പോൾ ഒരു ബാരിയറാണ്. തോട്ട് ഇവിടെ വന്നിരിക്കുന്നു, ഇവിടെ നമ്മളെ ഒരു റോസ് ഫ്ലവർ ഉണ്ട്, ഇവിടെ ഒരു തോട്ടുണ്ട്. അപ്പോൾ ഈ തോട്ടിനെ മാറ്റിയിട്ട് നമുക്ക് ഒരു ഡയറക്റ്റ് കമ്മ്യൂണിയൻ കൊണ്ടുവരാനാണ് മെഡിറ്റേഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ആ ഒരു കമ്മ്യൂണിയൻ സാധ്യമാകണമെങ്കിൽ നമ്മുടെ ഈ ഒരു ഹാബിച്വൽ ആറ്റിറ്റ്യൂഡ്, ഹാബിച്വൽ തിങ്കിങ്, അല്ലെങ്കിൽ എന്ത് കാണുമ്പോഴും അതിനെ വെബലൈസ് ചെയ്യുക, തിങ്കിങ്ങിലൂടെ ഇൻ്റർപ്രറ്റ് ചെയ്യുക, റിയാലിറ്റിയെ നമ്മൾ തിങ്കിങ്ങിലൂടെ ഇൻ്റർപ്രറ്റ് ചെയ്യാതിരിക്കാൻ കഴിവ് ശ്രമിക്കുക. ഈ ഒരു ഹാബിറ്റ് നമ്മൾ മാറ്റണം. കഴിവതും നമ്മളൊരു റോസ് ഫ്ലവറിനെ കാണുമ്പോൾ അതിനെ അതായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. യു ജസ്റ്റ് ഗോ ഓൺ ഫീലിംഗ് ഇറ്റ്, വാച്ചിങ് ഇറ്റ്, ഡോണ്ട് ട്രൈ ടു ബ്രിങ് എനി തോട്ട്. വെബലൈസേഷൻ കഴിവതും ഉപേക്ഷിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഏത് കാര്യം, ഇപ്പോൾ നമ്മൾ ആൾക്കാരെ കാണുമ്പോൾ പോലും പലപ്പോഴും ഒരാൾ വരുമ്പോൾ ഒരെണ്ണം നമ്മൾ ആ പേര് ഇപ്പം വന്നു ഉടനെ മൈൻഡ് സ്റ്റാർട്ട്സ്, പെട്ടെന്ന് മൈൻഡ് സ്റ്റാർട്ട് ചെയ്യും, വെബലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യും. അതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരാളുടെ അടുത്തിരിക്കുമ്പോൾ അയാളുമായിട്ട് ജസ്റ്റ് ഫീൽ ചെയ്യാൻ ശ്രമിക്കുക, ഒരു മൊമെൻറ്റ് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ അയാളെ ഒരു ഡയറക്റ്റ് അയാളെ ഫീൽ ചെയ്യുക, അയാളെ പ്രസൻസ് ഫീൽ ചെയ്യാൻ ശ്രമിക്കുക. വെബലൈസേഷൻ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. എങ്കിലും നമുക്ക് മെഡിറ്റേഷനിൽ ഒരു ഡെപ്തിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഒരു നോ മൈൻഡ് അല്ലെങ്കിൽ ഒരു തോട്ട്ലെസ് സ്റ്റേറ്റിലേക്ക് എത്തണമെങ്കിൽ ആ ഒരു വെബലൈസേഷൻ നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. എന്ന് പറഞ്ഞ് കംപ്ലീറ്റ്ലി തിങ്ക് ചെയ്യാതെ ഇരിക്കണമെന്നല്ല, തിങ്ക് ചെയ്യേണ്ട സമയങ്ങൾ വരുമല്ലോ. ഇപ്പോൾ നമ്മളൊരു ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ നമ്മളൊരു കടയിൽ പോയിട്ട് എന്ത് സാധനം മേടിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു തിങ്കിങ് ചിലപ്പോൾ വേണം, ഇന്ന സാധനങ്ങൾ വേണം, ഇന്ന സാധനങ്ങൾ വേണം എന്ന് പറഞ്ഞാൽ തിങ്ക് ചെയ്താൽ മാത്രമേ നമുക്കത് ഒരു കമ്മ്യൂണിയൻ സാധ്യമാവുള്ളൂ. പക്ഷേ അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു റോസ് ഫ്ലവർ അല്ലെങ്കിൽ സൺസെറ്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ തിങ്കിങ്ങിൻ്റെ ആവശ്യമില്ല. അത് ജസ്റ്റ് ആ ഒരു എക്സിസ്റ്റൻഷ്യൽ ബ്യൂട്ടി അത് എൻജോയ് ചെയ്യുക, ആ ഒരു ഡയറക്റ്റ് ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കുക എന്നതാണ് നമ്മളവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അവിടെ തിങ്കിങ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പക്ഷെ തിങ്കിങ് കൊണ്ടുവരേണ്ട സ്ഥലത്ത് തിങ്കിങ് കൊണ്ടുവരിക, ആവശ്യമില്ലാത്ത സ്ഥലത്ത് കൂടുതൽ നമുക്ക് ആവശ്യമില്ലാതാണ് നമ്മൾ പല തോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആവശ്യമില്ലാതെ തോട്ട്സ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് ഒരു എക്സിസ്റ്റൻസുമായിട്ടുള്ള ഒരു ഡയറക്റ്റ് കമ്മ്യൂണിയൻ കൊണ്ടുവരിക എന്നതാണ് നമുക്ക് മെഡിറ്റേഷന് വേണ്ടുന്ന കാര്യം. അപ്പോൾ ഈ മൈൻഡിൻ്റെ ഈ ട്രിക്സ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കി വെക്കുക. ഡോണ്ട് വെബലൈസ് എനിത്തിങ്. ആൻഡ് ഓൾസോ എപ്പോഴും തോട്ട്സ് വരുന്ന കേസസിൽ നമ്മൾ ജസ്റ്റ് അതിനെ തോട്ട്സിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ആദ്യം പറഞ്ഞാൽ വാച്ചിങ് ദ തോട്ട്. മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ നമുക്ക് തോട്ട്സ് വരും, അതിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ആ ഒരു വെർബലൈസേഷൻ ഒഴിവാക്കുക. നമ്മൾ പല കാര്യങ്ങളിലും വെർബലൈസേഷൻ ഇല്ലാതെ ഡയറക്റ്റ് കമ്മ്യൂണിയൻ വിത്ത് എക്സിസ്റ്റൻസ് സാധ്യമാക്കാൻ ശ്രമിക്കുക. ഇനി വേറെ കാര്യം എന്ന് പറയുന്നത് ജഡ്ജ്മെൻ്റ് ആണ്. അതായത് ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നതും ഒരു ബാരിയറാണ്, മെഡിറ്റേഷനിലെ ഒരു ഒബ്സ്റ്റക്കിളായിട്ടാണ് പറയുന്നത്. അതായത് ഒരിക്കലും നമ്മൾ എന്താ പറയുന്നത്, ഇപ്പം തോട്ട്സ് വരുന്ന കേസിൽ നമ്മൾ വാച്ചിങ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കാര്യമാണ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു തോട്ട് വരുമ്പോൾ നല്ല തോട്ട്, ചീത്ത തോട്ട്, അങ്ങനെ നമ്മൾ അതിനിങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റിലൂടെ നമ്മൾ ജഡ്ജ്മെൻറ്റ് കൊടുക്കാൻ പാടില്ല. കാരണം ഇപ്പോൾ ഒരു നല്ല തോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ, ഒരു മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ നല്ല തോട്ട് വരുമ്പോൾ നല്ല തോട്ടാണെന്ന് പറഞ്ഞ് ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിലൊരു ക്ലിങ്ങിങ് ആറ്റിറ്റ്യൂഡ് വരും. അത് നമുക്ക് അതിലേക്ക് അറ്റാച്ച്ഡ് ആകാൻ, ഇൻഡൽജ് ആകാനൊക്കെ നമുക്ക് തോന്നും, ഒരു നല്ല തോട്ട് വരുമെന്ന് പറയുന്നത്. അപ്പോൾ അത് ഇറ്റ് ക്രിയേറ്റ്സ് ആൻ ഒബ്സഷൻ വിത്ത് ദ തോട്ട്സ്. ഒരു മൈൻഡുമായിട്ട് അറ്റാച്ച്മെൻറ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും ഈ ജഡ്ജ്മെൻറ്റ് കൊണ്ടുവരുന്നതിലൂടെ. ഈവൻ ഇഫ് ഒരു നെഗറ്റീവ് തോട്ട് വരുമ്പോൾ ഒരു നെഗറ്റീവാണ്, ചീത്തയാണ്, കൊള്ളത്തില്ല എന്ന് പറയുന്നതിലൂടെ ആ ഒരു തോട്ടിനെ നമ്മൾ വീണ്ടും ജീവൻ കൊടുക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മളൊരു തോട്ട് വരുമ്പോൾ അതിനെ ജഡ്ജ് ചെയ്യുന്നതിലൂടെ നമ്മൾ അതിന് കൂടുതൽ ജീവൻ കൊടുക്കുക, അതിനെ കൂടുതൽ പിടിച്ച് നിർത്താൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ മെഡിറ്റേഷന് പറയാറ്. സോ അതുകൊണ്ട് ജഡ്ജ്മെൻറ്റ് കഴിവതും ഒഴിവാക്കുക. ഡു നോട്ട് ജഡ്ജ് എനി ഓഫ് യുവർ തോട്ട്സ് ആൻഡ് ഓൾ, ജസ്റ്റ് ലീവ് ഇറ്റ് അറ്റ് ഇറ്റ് സെൽഫ്. അതിനൊരു ഫിലിം സ്ക്രീനിൽ ഇങ്ങനെ ഒരു ജസ്റ്റ് യു ആർ ഡിഫറെൻറ്റ് ഫ്രം തോട്ട്, യു ആർ നോട്ട്, you are try to be disidentified with it. It's like if moving on a TV screen, ഒരു ഫിലിം സ്ക്രീനിൽ ഇങ്ങനെ
ഒരു കാര്യങ്ങൾ മൂവ് ചെയ്യുന്ന പോലെ അതിനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കണ്ടിട്ട് നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യാൻ പോകാതിരിക്കും. ജസ്റ്റ് അതിനെ അത് വന്നു പോകുന്ന ഒരു പോയി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനം പോലെ ജസ്റ്റ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഡോണ്ട് ട്രൈ ടു ജഡ്ജ് ഇറ്റ് ബിക്കോസ് ജഡ്ജ്മെൻറ്റ് ക്രിയേറ്റ്സ് എനർജി ടു ദ തോട്ട് പ്രോസസ്. അപ്പോൾ അതിനൊക്കെ മെഡിറ്റേഷൻ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് നോ ജഡ്ജ്മെൻ്റ് ആണ്. ആ ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് മൈൻഡ് ഒരുപാട് ഹാലുസിനേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യും മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ. അതായത് ഒരുപാട് ഇപ്പോൾ നമുക്ക് ഒരുപാട് സ്പിരിച്വൽ എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടാകുന്നത് സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റഡ് ആണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഒരുപാട് നമുക്ക് കുണ്ടലിനി എനർജി റൈസ് ചെയ്യുന്നു, ലൈറ്റിങ് സംഭവിക്കുന്നു, മറ്റേത് സംഭവിക്കുന്നു. അങ്ങനെ മൈൻഡ് ഒരുപാട് ഹാലുസിനേഷൻസ് നമുക്ക് നൽകാം മെഡിറ്റേഷനിൽ. സോ ഈ ഹാലുസിനേഷൻസ് ഒക്കെ മനസ്സിലാക്കാം. കാരണം മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു തോട്ട്ലെസ് തോട്ട്സ് ഒന്നും ഇല്ലാത്ത, ഇമാജിനേഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു പ്യൂർ കോൺഷ്യസ്നെസ് സ്റ്റേറ്റ് ആണെന്ന് എപ്പോഴും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇനിഷ്യലി കൊണ്ടുവരിക. കാരണം നമുക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് ആ ഒരു സ്റ്റേറ്റിൽ എത്തുമ്പോഴേ നമുക്ക് മെഡിറ്റേഷൻ എന്താണെന്ന് അറിയത്തുള്ളൂ. മെഡിറ്റേഷനിൽ എത്താത്ത ഒരാളെ സംബന്ധിച്ചോളം അത് ഇറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു എന്താ പറയുക, ഒരു അൺനോൺ സ്റ്റേറ്റ് ആണത്. ബട്ട് ഇനിഷ്യൽ സ്റ്റേജിൽ മൈൻഡ് നമ്മൾ ഒരുപാട് ഹാങ്കർ ചെയ്യണം, ഒരുപാട് സ്പിരിച്വൽ എക്സ്പീരിയൻസസിനൊക്കെ ഹാങ്കർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മൈൻഡ് ഇനിഷ്യൽ സ്റ്റേജിൽ ചിലപ്പോൾ നമുക്ക് ഹാലുസിനേഷൻസ് തരും. ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ നമ്മുടെ എനർജി റൈസ് ആകുന്നു, അങ്ങനത്തെ റൈസ് ആകുന്നു, അങ്ങനെ പലതരം ഹാലുസിനേഷൻസ് ഒക്കെ തരും. അപ്പോൾ ഈ ഹാലുസിനേഷൻസ് ആണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം അൾട്ടിമേറ്റ്ലി മെഡിറ്റേഷൻ ഈസ് എന്താ പറയുന്നത്, നമ്മുടെ ഒബ്ജക്ട്സ് ഓഫ് മൈൻഡിലെ എല്ലാത്തരം ഇമാജിനേഷൻസും തോട്ട്സും എല്ലാം റിമൂവ് ചെയ്തൊരു പ്യൂർ എംപ്റ്റിനെസ്, ഒരു പ്യൂർ നത്തിങ്നെസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന ഒരു സംഭവമായിട്ടാണ് നമ്മൾ മെഡിറ്റേഷനിൽ പറയാറുള്ളത്. സോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദീസ് ആർ ഹാലുസിനേഷൻസ്. അപ്പോൾ ഹാലുസിനേഷൻസിൽ പെട്ട് നമ്മൾ ഡോണ്ട് ഗെറ്റ് സ്റ്റക്ക് ഇൻ ഹാലുസിനേഷൻസ്. ദാറ്റ്സ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഇൻ മെഡിറ്റേഷൻ. ഇതൊക്കെ മൈൻഡിൻ്റെ ഒരു ട്രിക്സിൽ വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രിക്സ് ആണ് മൈൻഡിൻ്റെ, പല ട്രിക്സും മൈൻഡ് ക്രിയേറ്റ് ചെയ്യും. സോ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഇസ് ദാറ്റ് ഇറ്റ് ക്രിയേറ്റ്സ് so many hallucinations. So ഈ ഹാലുസിനേഷൻസ് ഒക്കെ നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. ദാറ്റ്സ് റിക്വയർസ് എ ലോട്ട് ഓഫ് ഇൻ്റലിജൻസ് ടു. ഹാലുസിനേഷൻസ് പെട്ടുപോയിരിക്കാനും ഒരുപാട് ഇൻ്റലിജൻസ് വേണം. സോ ഇതൊക്കെയാണ് മെഡിറ്റേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ആദ്യത്തേത് ഈഗോയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്സ്റ്റക്കിൾസ് ഓഫ് മെഡിറ്റേഷനാണ് ഈഗോ, മൈൻഡ് ആൻഡ് ഇറ്റ്സ് ട്രിക്സ്, പിന്നെ നോ ജഡ്ജ്മെൻറ്റ്സ്. ഇത് മൂന്നുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഒബ്സ്റ്റക്കിൾസ് ഓഫ് മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ. So that's in this video. Thank you.